1 കിലോമീറ്റർ ഉള്ളൂട്ടാ അവന്റെ അടുത്തേക്ക്. എല്ലാവരും എക്സൈറ്റ്മെന്റ്. എല്ലാവർക്കും ഹായ്. ഇന്ന് ഒരു സ്പെഷ്യൽ ഒരു വീഡിയോ ആണ് കേട്ടോ. ഇന്ന് എൻ്റെ ഉണ്ണിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാനും എൻ്റെ അച്ഛനും കൂടിയിട്ട് അമ്പലത്തേക്ക് വന്നേക്കുന്നുണ്ട്. അത് ഞങ്ങളുടെ തട്ടകത്ത് അമ്പലമാണ്. അപ്പോൾ ദേവീക്ഷേത്രമാണ്. അപ്പോൾ എൻ്റെ അനിയൻ നല്ലൊരു വിശ്വാസിയായ കാരണം അവന് പിന്നെ അമ്പലത്തൊന്നും അങ്ങനെ പോകാറില്ല. അപ്പോൾ ഞങ്ങൾ പോയി അതിന് വലിയ വഴിപാടൊക്കെ കഴിച്ചുകൂടാ. അപ്പോൾ ഇന്നത്തെ വിശേഷം എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനാണ്. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഒരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ അനിയൻ ജോലിക്ക് പോയിക്കാണ്. അപ്പോൾ ഞങ്ങളൊരു സർപ്രൈസായിട്ട് അവൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ വൈകുന്നേരം അവന് 6 മണി വരെ ജോലിയുണ്ട്. അപ്പോൾ ഇവരല്ല തമിഴ്നാട്ടിലാണ് കേട്ടോ. ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് വീട്ടിലോട്ട് പറയാല്ലേ വെച്ചാൽ വീട്ടിൽ പോയിട്ട് അമ്മയായിട്ട് സംസാരിച്ചിട്ട് പറയാം. ഓക്കെ, ബൈ. അപ്പോൾ ഞാൻ വീടെത്തിയിട്ടുണ്ട്. അച്ഛനും കൂട്ടിയിട്ടേ അമ്മയും എല്ലാവരും കൂടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അനിയൻ്റെ പിറന്നാളായിട്ടേ അമ്മയും അച്ഛനുണ്ടോ പറയണ നോക്കാട്ടാ. അമ്മ എന്താണ് ഉണ്ണിയുടെ പിറന്നാള്? ഇതുവരെ എന്റെ മകന്റെ പിറന്നാള് നമ്മൾ ആഘോഷിച്ചിട്ടില്ല. ഇന്നിപ്പോ എന്റെ മകൻ ഇവിടെ ഇല്ല, അവൻ ജോലി സ്ഥലത്താണ്. അപ്പൊ ഇന്ന് അവന് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് ഇന്ന് അവൻ ജോലി ചെയ്യുന്ന അവിടേക്ക് പോവാണ്. അവന് ഭയങ്കരമായിട്ട് ഞാൻ പറഞ്ഞ പോലെ ദൈവവിശ്വാസം ഭയങ്കര കൂടുതലാണ്. അപ്പൊ ഞങ്ങൾ ഇന്ന് കാലത്ത് പറഞ്ഞ പോലെ അമ്പലത്തൊക്കെ പോയി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ജോലി കിട്ടിയ സമയത്ത് അവന്റെ സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ പോകാനൊന്നും പറ്റിയില്ല. അപ്പോഴാണ് പിന്നെ ബർത്ത്ഡേ വന്നത്. അപ്പൊ ഒരു സർപ്രൈസ് ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഇല്ല പോവാന്ന് പറഞ്ഞിട്ട് അനിയത്തി എല്ലാവരും കൂടിയിട്ടാണ് വരാൻ പോകുന്നത് കേട്ടോ. അപ്പൊ അവന് ചെറിയ ഡൗട്ടൊക്കെ ഉണ്ട് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇട ദിവസമായിട്ട് എല്ലാവരും ലീവ് എടുത്തിരിക്കുന്നു. അവന്റെ പിറന്നാളാണ്, കാലത്ത് വിഷയമുണ്ട്, വൈകുന്നേരം വിഷയമൊക്കെ ചെയ്തു 12 മണിക്ക് തന്നെ. അപ്പൊ അവനൊരു ഡൗട്ട് ഉണ്ട്. അപ്പൊ എത്ര മണിക്കാ ജോലി കഴിയാന്നൊക്കെ നമ്മൾ ചോദിച്ചു. അതായത് ഓവർ ടൈം ഉണ്ടെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവന് ഏകദേശം ഒരു ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മൾ വിട്ടു പറഞ്ഞിട്ടില്ല. ഞാൻ ജോലിക്ക് പോയി എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അനിയത്തി കുട്ടികളൊക്കെ വരട്ടെ, ബാക്കിയുള്ള പരിപാടി നോക്കട്ടെ. അവന് കുഞ്ഞ് ഗിഫ്റ്റ് ഒക്കെ ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാരും കൂടി അപ്പൊ ഞങ്ങളുടെ എല്ലാ ഹൃദയം നിറഞ്ഞ എന്റെ ഉണ്ണിക്ക് ഹാപ്പി ബർത്ത്ഡേ. അപ്പത്തെ അങ്ങനെ അനിയത്തി അലിയൻസ് ടീം കുട്ടികളെല്ലാവരും വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് പോവാൻ പോണ് തമിഴ്നാട്. ഞാൻ അനിയനെ മീറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, വലിയൊരു സർപ്രൈസ് കൊടുക്കാം. പോലെ എല്ലാവരും. അപ്പത്തെ ഞങ്ങളെല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറുമ്പൻ എൻ്റെ മടിയിലുണ്ട്. കുറുമ്പൻ നന്നായിട്ട് സംസാരിക്കുന്ന പറഞ്ഞു, പക്ഷെ മടിയിലെത്തിയതിനു ശേഷം അവൻ സംസാരിക്കില്ല. അവന് ഭയങ്കരമായിട്ട് ഒരു നാണം വന്നിരിക്കുകയാണ്. ഞാൻ തമിഴ്നാട് ഏരിയയിൽ പോയിട്ട് നല്ലൊരു കേക്ക് മേടിച്ച് പേരൊക്കെ എഴുതി സാധനം കൊണ്ടുപോകാട്ടോ. ഓക്കെ ഇല്ലുണ്ണി? ഇല്ലടാ. ദേ ബാക്കിയുള്ളവർ ബാക്കിലിരിക്കുന്നു. ദേ തമ്പി ലൈൻസ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മള് ഗോവിന്ദാപുരം കഴിഞ്ഞ് ഇനി തമിഴ്നാട്ടിലോട്ട് കിടക്കാൻ വേണ്ടി പോവാണ് കേട്ടാ. അപ്പൊ ഒരു ചായ കുടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇറങ്ങി. എനിക്ക് ചായ വേണ്ടടാ. ഞങ്ങൾക്ക് 2 പേർക്കും ഇങ്ങോട്ട് നോക്കി മുന്നേ ഞങ്ങൾക്ക് 2 പേർക്കും ചായ വേണ്ട. അതുകൊണ്ട് ഞങ്ങൾ പുറത്ത് പോകണില്ല കേട്ടാ. അപ്പൊ ഞങ്ങള് ചായയൊക്കെ കുടിച്ചോട്ടെ. ഞാൻ കുടിച്ചില്ല, പിള്ളേരെ കുടിച്ചപ്പോ അനിയത്തി ഇവിടെ വന്നിട്ടുണ്ട് കേട്ടാ. അച്ഛനും അമ്മയൊക്കെ വണ്ടിയിൽ പോയി ഇരുന്ന് അളിയൻ വരാനുണ്ട്. അപ്പൊ ഞങ്ങള് വേഗം പോവാട്ടാ. ഓക്കെ, ഒരു നല്ലൊരു മഴക്കാറൊക്കെ ഉണ്ട്. മഴ വരുമ്പോഴേക്കും വേഗം അവിടെ എത്താം. അപ്പൊ നമ്മൾ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞ് മെല്ലെ പോവാണ്. വയറുനിറയൊക്കെ കഴിച്ചല്ലേ കുട്ടികള്. അപ്പൊ നമ്മള് ഒരു വർക്ക് ചെയ്യുന്ന ഏരിയയിൽ എത്താറ് ഈ ഒരു 20 കിലോമീറ്റേഴ്സും കൂടിയിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഏരിയയിൽ വന്നപ്പോഴേ അവിടെ നല്ല കാറ്റുണ്ട്. ഒരു നല്ലൊരു വ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കംപ്ലീറ്റ് കാറ്റാടികൾ, ഒരു അടിപൊളി സ്ഥലങ്ങൾ കേട്ടോ. അതുകൊണ്ട് ബാക്ക് സൈഡിലാണ്. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇറങ്ങിയതാണ് കേട്ടോ. കണ്ടോ, എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഫോട്ടോസ്. കുഞ്ഞുകുട്ടി ഞങ്ങൾ കാറ്റാടി കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ ഒരു കാറ്റാടി കണ്ടാ? എവിടെയാ? അതേ എൻ്റെ ബാക്കിൽ വരണം കേട്ടാ.
കമോൺ ഗൈസ്. അമ്മച്ചി നല്ല കാറ്റാ. അനിയനെ കാണാൻ വേണ്ടി പോവാണ്. ഒക്കെ കരഞ്ഞു മനസ്സിലാവും തോന്നുന്നുണ്ട് സെന്റിമെന്റായിട്ട്. അതെ, ഞങ്ങളിപ്പോ അവന്റെ സ്ഥലം എത്താറായിട്ട് ഒരു 6 കിലോമീറ്ററും കൂടി ഉള്ളൂ. അപ്പൊ നമ്മളിവിടെ ഒരു ബേക്കേഴ്സ് കുറെ തെരഞ്ഞു നടന്നതിന് ശേഷം 2-3 ബേക്കറി കണ്ടു. നമ്മൾ പോയിട്ട് കേക്ക് സെറ്റ് ചെയ്യാനുള്ള പരിപാടി നോക്കാം അല്ലേ? അല്ലേ പോയാലോ? പോലെ ആ പോവാ. നമ്മള് കേക്കൊക്കെ മേടിച്ചുവിട്ടാ, പേരൊക്കെ എഴുതി സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ 2-3 കടകൾ കഴിഞ്ഞപ്പോഴാണ് നമുക്കൊരു കേക്ക് കിട്ടിയത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു കേക്ക് കിട്ടിയിട്ടാ. കേക്ക് അനിയത്തിനെ ഏൽപ്പിച്ചു. പിന്നെ ഇല്ല, ഇവിടെ സാധനം ഇല്ലേ സെറ്റ്. ഇനി ആകെ 1.9 കിലോമീറ്റേഴ്സേ ഉള്ളൂ കേട്ടാ. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവൻ എങ്ങനെ അത് സർപ്രൈസ് എടുക്കുമെന്ന് അറിയില്ല. നമ്മളെ വീട്ടിൽ നിന്ന് ഒരു 3 മണിക്ക് ഇറങ്ങിയത്, അപ്പൊ 7 മണിയായി. പിന്നെ നമ്മൾ കുറച്ചൊക്കെ ഓരോ ഏരിയയിൽ നിർത്തിയിട്ടൊക്കെ പതുക്കിയാ വന്നത്. അതുകൊണ്ടായിരിക്കും ലൈറ്റ് ആയിട്ടുള്ളത് കേട്ടാ. എന്താ പറയാ, ടെൻഷനായി. 1 കിലോമീറ്റർ ഉള്ളൂ കേട്ടാ അവന്റെ അടുത്തേക്ക്. എല്ലാവരും എക്സൈറ്റ്മെന്റ്. അപ്പൊ നമ്മളേ അവന്റെ ഹോസ്റ്റലിന്റെ ബാക്ക് സൈഡിൽ എത്തിയിട്ടുണ്ട് കേട്ടാ. ഞങ്ങളുടെ ഫ്രണ്ടിൽ ഹോസ്റ്റലുണ്ട്. ഇനി നമുക്ക് അവനെ ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കാം. ഞാൻ അളിയനെ കൊണ്ട് വിളിപ്പിക്കാം. ഇതാണ് അവന്റെ ഹോസ്റ്റൽ കേട്ടാ. നമുക്ക് അളിയനെ കൊണ്ട് വിളിപ്പിച്ചാലോ? വിളിയാ. ഹാപ്പി ബർത്ത്ഡേ. എവിടെയാ? കഴിഞ്ഞുള്ളൂ? എത്തിയിട്ടില്ല? ഹോസ്റ്റലിൽ എത്തിയിട്ടില്ല? എപ്പത്തും കൊറേ നേരം പിടിക്കോ? 7 മണി ആയിട്ടുള്ളൂ അല്ലേ? അതെ, അനിയനെ വിളിച്ചു ചോദിച്ചപ്പോ അവൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയിട്ടുള്ളൂ കേട്ടാ. അപ്പൊ 7:30 അവൻ ഇവിടെ എത്തുള്ളൂ. ഇപ്പൊ സമയത്ത് കളിയാ 7:05 ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം, അവൻ വരട്ടെ. വെയിറ്റ് ചെയ്യാല്ലേ? ഓക്കെ, വെയിറ്റ് ചെയ്യാം. അവന്റെ ഹോസ്റ്റലിന്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഹോസ്റ്റലിൽ ഫാമിലീസ് ഒക്കെ താമസിക്കുന്നുണ്ട്. അപ്പൊ ഒരു അമ്മച്ചീനെ കണ്ടു. അപ്പോൾ ആളുടെ സംസാരിച്ചോ വണ്ടി ഉള്ളിൽ കയറ്റിയിട്ടോ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇതേ അവൻ്റെ ഹോസ്റ്റലിൻ്റെ ബാക്കിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം കേട്ടോ. അതായത് വണ്ടിയിൽ ഇത് അളിയൻസ് ഒക്കെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികൾ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. രാത്രിയാണ്, ലൈറ്റിങ്ങിൻ്റെ ഇഷ്യൂസൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വെയിറ്റ് ചെയ്യാൻ വരട്ടെ. വേണ്ട, അനിയനെ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അനിയത്തി, അച്ഛൻ, അമ്മ, ഈ കുട്ടികളെല്ലാവരും ഇവിടെ സൈഡിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. അവൻ്റെ ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. അപ്പോഴേ അനിയൻ വരുന്നുണ്ട് തോന്നുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്യാണ്. വന്നു 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 ഹാപ്പി ബർത്ത്ഡേ അണ്ണി. കുറച്ചു നേരമായി. ഞെട്ടിച്ചു, ഉണ്ണി ഞെട്ടിട്ടാ. ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഹാപ്പി ബർത്ത്ഡേ മുത്തേ. അതെന്റെ ആശാനതാ, ആശാനതാ ആ വണ്ടി ഓടിക്കുന്നത്. ആണോ? ഓക്കെ. ഞെട്ടിയാ? വിചാരിച്ചോ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നേ? ഇല്ലാന്ന് ഇതൊന്നും കേട്ടോ ചേട്ടാ, ആശാൻ വരും. ഇപ്പൊ വർക്ക് കഴിഞ്ഞുള്ളൂ. കൊറേ നേരം ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യണം. എല്ലാം തളിയോ? അവന്റെ ആശാനെ പരിചയപ്പെടുത്താന്ന് പറഞ്ഞിട്ട്. ആണോ? എന്താ പേര്? സഞ്ജിത്. എവിടെ വീട്? ആലത്തൂരാ? അടിപൊളി. ഒരു ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി വെച്ച അവൻ കൂട്ടുകാരെയൊക്കെ വിളിച്ചു വരുത്തുന്നുണ്ട് കേട്ടോ. അതേ വരുന്നു. പഠിച്ചുകൂടെ? ആ കത്തിയും കൊണ്ടൊന്ന് കത്തി ചെയ്താൽ മതി. ആ കുടിച്ചോ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ. പോയില്ലേ? ഹാപ്പി ബർത്ത്ഡേ
ഇനി ഞാനൊരു ചെറിയ പീസ് എന്നെ ഉണ്ണിക്ക് കൊടുക്കുന്നത്. ഹാപ്പി ബർത്ത്ഡേ. കൊടുക്കട്ടെ. അമ്മ ഒന്ന് കൊടുക്കാം അവന് പീസ്. എന്റെ ആശാൻ കൊടുക്കട്ടെ. ടോമി എന്റെ ആശാനോടെ എന്നാ ഇതോടെ വാ. എന്റെ ഉണ്ണിക്ക് ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഏകദേശം അളവിന് മേടിച്ചു കേട്ടോ. ഇഷ്ടമായി എനിക്ക്. കൂടെ വർക്ക് ചെയ്യണ എല്ലാവർക്കും ഓരോ പീസ് കേക്ക് നമ്മൾ കൊടുക്കുകയാണ്. അപ്പൊ ഞാന് സർപ്രൈസ് ഒക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങള് പോവാണ്. ഓക്കെ പോട്ടെ. ചുമ്മാ ഇടങ്ങി ഞങ്ങൾക്ക് ബ്രോ പോട്ടെട്ടാ ഞങ്ങള്. ഓക്കെ വല്ലാത്തൊരു സർപ്രൈസ് ആയിരുന്നു എനിക്ക്. ഞെട്ടിയില്ലേ നീ? എന്തായിരുന്നു എനിക്ക് തോന്നിയ? വന്നപ്പോ ഞെട്ടി. വിഷമായോ? പോട്ടേട്ടാ. ഓക്കെ അതിന് ഭയങ്കര ചമ്മല് നാണൊക്കെയാന്ന് തോന്നുന്നുണ്ട് കേട്ടാ. അപ്പൊ ഞാൻ അവന്റെ അടുത്ത് യാത്ര പോകാൻ ഞങ്ങള് പോവാണ്. ഓക്കെ ശരിട്ടാ. ടാറ്റ. ശരിട്ടാ. അപ്പോ വലിയൊരു സർപ്രൈസ് ആയിരുന്നു കേട്ടാ. എല്ലാവരും എന്താ പറയാ, അവൻ ഞെട്ടിപ്പോയി. കാരണം അവൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഞങ്ങള് വരുമെന്ന് പറഞ്ഞിട്ട്. ഭയങ്കര വിഷമം, എല്ലാവർക്കും വിഷമമായി. പക്ഷെ എല്ലാവരും ഹാപ്പി ആയിട്ടാ. കേക്ക് കൊടുക്കാൻ പറ്റുന്ന ആൾക്കാർക്കൊക്കെ കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറെ കുട്ടികൾക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരുടെ ഫാമിലി ആയിട്ടൊക്കെയാണ് താമസിക്കേണ്ടത്. അപ്പോ ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീട്ടില് ഒരു പിറന്നാള് ആഘോഷിക്കുന്നത് കേട്ടോ. അതായത് ഞങ്ങളുടെ, എൻ്റെ അനിയൻ്റെ അല്ലെങ്കിൽ പെങ്ങളുടെ എന്നുള്ള രീതിയിൽ കേട്ടോ. എന്താ പറയണ്ടെന്ന് അറിയില്ല, വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അമ്മ എവിടെ കാണാനില്ലല്ലോ, ഒന്ന് ഫ്രണ്ടിക്ക് വരുമോ? അളിയാ സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. കാരണം അവനും പ്രതീക്ഷിച്ചില്ല. ഗംഭീരായി. ഇതേമാതിരി ഒരു സംഭവം ഇനിയും നമ്മള് അടിപൊളിയായിട്ട് വെറൈറ്റി സംഭവങ്ങൾ കൊണ്ടുവരും. അമ്മ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, എന്റെ മകൻ നെട്ടി. അമ്മ പറഞ്ഞ ആള് ക്ഷീണിച്ചു, വീട് മാറിയില്ലേ. ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. എല്ലാവരും ബൈ കൊടുത്തേടാ. ബൈ.